ഇന്നത്തെ ഹൊറർ സ്റ്റോറി ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നടന്നൊരു സംഭവമാണ്. നഗരത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം മാറിയിട്ട് തനി പക്ക ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരു ചെറിയൊരു ഓടിട്ട വീടുണ്ട്. ആ വീട്ടിൽ 4 പേരാണ് താമസം. ഒരു അച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, അവരുടെ ഒരു മകനുണ്ട്, പിന്നെ ഈ അച്ഛൻ്റെ അച്ഛൻ മകൻ്റെ മുത്തച്ഛനായിട്ട് വരും. ഇങ്ങനെ 4 പേരാണ് ആ വീട്ടിൽ താമസം. മകന് വലിയ പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 6th സ്റ്റാൻഡേർഡിലേക്ക് അയക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിൽ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു റൂമുണ്ട്. ആ റൂം എപ്പോഴും അടച്ചിട്ടിരിക്കുകയായിരിക്കും, താഴിട്ട് കൂട്ടിയിട്ടുണ്ടാവും. ആ താഴിൻ്റെ താക്കോലിരിക്കണത് മുത്തച്ഛൻ്റെ കയ്യിലാണ്. മുത്തച്ഛൻ അത് ആർക്കും കൊടുക്കില്ല, ആ റൂമിലേക്ക് ആരും കയറണ്ട എന്നാണ് അവിടുത്തെ ഓർഡർ. അപ്പോൾ കുട്ടി ചെറുപ്പത്തിൽ തുടങ്ങിയത് കേട്ട് വന്നാണ്. അന്നൊന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ പ്രായം ആവുന്നോറും കുട്ടിക്ക് ചെറിയൊരു ആഗ്രഹം, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്നറിയാനുള്ള ചെറിയൊരു മോഹം. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് മുത്തച്ഛൻ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തതിന് ശേഷം കുട്ടി പതുക്കെ ഈ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം ചെവി വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും അവിടെ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ശ്രദ്ധിച്ചു. പക്ഷേ അവിടെ ഒന്നും കേൾക്കുന്നുണ്ടായില്ല. അങ്ങനെ ഈ ഡോറിൻ്റെ അടിയിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറൊക്കെ ആയിട്ട് ഡോറ് മുട്ടേണ്ട ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ബ്ലാക്ക് തരത്തിലുള്ള കുറേ ആത്മാക്കൾ പോലെ ഒരു രൂപമില്ലാത്ത കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നത് പോലെ കുട്ടിക്ക് തോന്നി. അതേപോലെ തന്നെ മുത്തച്ഛനെ അവിടെ ദൂരെ എവിടെയോ ഇരിക്കുന്ന പോലെയും കുട്ടിക്ക് തോന്നി. വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പിൽ കൂടിയാണ് അതൊക്കെ കാണുന്നത്. അങ്ങനെ നോക്കി നിൽക്കെ ബ്ലഡിൻ്റെ കുറച്ച് അംശം ഈ ഡോറിൽ കൂടി ഒഴുകി പുറത്തേക്ക് വന്ന പോലെ കുട്ടിക്ക് തോന്നി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കാലിലേക്ക് നനഞ്ഞു. ബ്ലഡ് വന്ന് കാലിൽ നനഞ്ഞപ്പോൾ കുട്ടി പേടിച്ചു. അപ്പം തന്നെ ആള് അവിടെ വീണു, ബോധരഹിതനായിട്ട് വീണു കുട്ടി. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത്, കുട്ടി ഏതോ ഒരു പുഴയുടെ നടുക്കിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്ന പോലെ കുട്ടിക്ക് തോന്നുന്നു. അവിടുന്ന് നീന്തി ആ വീട് ലക്ഷ്യമാക്കി കുട്ടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവൻ ഏത് വീട്ടിലാണോ താമസിച്ച അതേ വീട് പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു വീട്. ഇവൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെയും ഒരു റൂമുണ്ട്. ആ റൂം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വീണ്ടും അവൻ അവിടെ പോയി കാത് വെച്ചിട്ട് കേൾക്കാൻ ശ്രമിച്ചു, ഒന്നും കേൾക്കുന്നില്ല. കണ്ണു വെച്ചിട്ട് ആ ഡോറിൻ്റെ ഗ്യാപ്പിൽ കൂടി നോക്കിയപ്പോൾ ഈ പ്രാവശ്യം കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൂപ്പൻ വേറെ 2-3 ആത്മാക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൂപ്പൻ ഇരിക്കാൻ താഴെ നിന്ന് ബ്ലഡ് ഒഴുകി പുറത്തേക്ക് വന്ന് ഇവൻ്റെ കാലിലേക്ക് വന്ന് വീഴുന്നു. ഇത്രയായപ്പോൾ ആൾക്ക് പേടിച്ചിട്ട് ആൾ ഒച്ച വെച്ച് അലറിക്കരഞ്ഞു. കരഞ്ഞപ്പോഴാണ് ഇവന് ബോധം വന്നത്. ഇവൻ ആ പഴയ വീട്ടിൽ തന്നെ കിടന്നിട്ടാണ് ഈ ഒരു സ്വപ്നങ്ങളൊക്കെ കണ്ടത്. അപ്പോഴേക്കും ഇവൻ്റെ അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ റൂമിലേക്ക് നോക്കാനോ അതിൻ്റെ അടുത്തേക്കോ പോകാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊരു ശകാരിക്കുന്നു. അപ്പോൾ തന്നെ ഡോറ് തുറന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് അപ്പൂപ്പൻ പുറത്തേക്ക് വന്നിട്ട് ഇവനെയും കുറേ ചീത്ത പറയുന്നു. അതിനുശേഷം അപ്പൂപ്പനും മകനുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കാറില്ല. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അപ്പൂപ്പന് വയ്യാതെയായി. അപ്പൂപ്പൻ അങ്ങനെ ഒരു ദിവസം അവിടെ മരണപ്പെടുകയാണ്. മരണപ്പെടുമ്പോഴും ആ ഡോറിൻ്റെ ലോക്കും അതേപോലെ തന്നെ കീയും എല്ലാം അപ്പൂപ്പൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. മരിച്ച ശേഷം ആ കീ കൊച്ചുമോൻ എങ്ങനെയോ കൈക്കലാക്കി. തുറക്കാനൊന്നും പോയില്ല. മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പയ്യൻ്റെ അച്ഛന് ട്രാൻസ്ഫറായി. ഒരു നഗരത്തിലേക്കാണ് ജോലി മാറ്റം കിട്ടിയത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ ടൗണിലേക്ക് പോവുകയാണ്. അവിടെ സെറ്റിലായി കഴിഞ്ഞു. ഒരു 2-3 വർഷം കഴിഞ്ഞു. ഇവർ ഒരു ദിവസം കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നമുക്ക് നാട്ടിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, അവിടെ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നു. നാട്ടിൽ വന്നിട്ട് വീട്ടിലെത്തി വീടൊക്കെ ആകെ പുല്ലൊക്കെ കയറി ഒരു മാറാലയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു പ്രേതാലയം പോലെ ആയി കിടക്കുന്ന ഒരു വീടാണത്. അങ്ങനെ ആ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുന്ന സമയം ആ റൂം ഇപ്പോഴും ലോക്കായി തന്നെ കിടക്കുകയാണ്. കുട്ടിയുടെ കയ്യിൽ കീയുമുണ്ട്. കുട്ടി രണ്ടും കൽപ്പിച്ച് ആ ഡോറ് വീണ്ടും തുറക്കുന്നു.
വീണ്ടും തുറന്ന് ഉള്ളിലേക്ക് ചെന്ന് ആദ്യമായിട്ടാണ് അപ്പൂപ്പനല്ലാതെ ഒരാളുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മൊത്തത്തിൽ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ കുറേ ആൾരൂപങ്ങൾ, കുറേ നാണയങ്ങൾ, കുറേ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കൾ, ഇതെല്ലാമാണ് ആ റൂമിനകത്ത് കിടക്കുന്നത്. അങ്ങനെ ഇവൻ അത് കണ്ട് പേടിച്ച് പുറത്തേക്ക് വന്ന് അച്ഛനെയും അമ്മയെയും വിളിച്ച് അതൊക്കെ കാണിച്ചു. അപ്പോഴാണ് അച്ഛനും അമ്മയും ഇവൻ്റെ അടുത്ത് തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നിൻ്റെ അപ്പൂപ്പൻ നിനക്ക് പോലും ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലായിരുന്നു ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു മന്ത്രവാദിയാണ്. വർഷങ്ങൾക്ക് മുന്നേ മുതൽ പ്രേതബാധ കയറിയ ആൾക്കാർ, അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മന്ത്രവാദം ഏറ്റേക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ ബാധ ഒഴിപ്പിക്കലൊക്കെയാണ് നിൻ്റെ അപ്പൂപ്പൻ്റെ മെയിനായിട്ട് ചെയ്തിരുന്ന ജോലി. ഏത് ബാധ ഒഴിപ്പിക്കാൻ പോയാലും അദ്ദേഹം ആ ബാധ ഒഴിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടാവും, മുഖത്തൊക്കെ മാന്തലും അതേപോലെ ബ്ലഡൊക്കെ പൊടിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഇങ്ങനത്തെ ഒരു കൃത്യത്തിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. നിൻ്റെ അപ്പൂപ്പൻ നീ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ ഇവിടുന്ന് മരിച്ചു പോയ ആളല്ല, ആത്മാക്കളാൽ കൊല്ലപ്പെട്ടതാണ്, അതും നീ അറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോഴേക്കും പയ്യൻ്റെ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു പേടി ഇരട്ടിച്ചു. പയ്യൻ അതോടുകൂടി ആ റൂം പെർമനൻ്റായിട്ട് പൂട്ടി ഇറങ്ങി ആ വീടും അടച്ചിട്ടിട്ട് അവർ തിരിച്ച് നഗരത്തിലേക്ക് പോയി. ഇത് രാജസ്ഥാൻ എന്ന നാട്ടിൽ നടന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നടന്നതായിട്ടും അതേപോലെ ഹൊററായിട്ടുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇങ്ങനത്തെ കണ്ടൻ്റായിട്ട് എല്ലാ ദിവസവും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. No bajen los pies. Ahí era la buena. No bajes los pies. Oh, no, no. ¿Cómo se la apura, güey? In the background, a pale human-like figure stalks around at the edge of the woods. Whoever, or whatever it is, walks and crouches slowly and quietly, as if hiding from the family, before eventually slipping away into the shadows. TikTok viewers are genuinely creeped out by this video. Many believe whoever this is to be a skinwalker, yet others believe it to be a homeless person who lives in the woods. But what's your take? Skinwalker?